ഐഫോണിലുള്ളവരൊക്കെ സ്വന്തമായിട്ട് തന്നെ കന്നിറക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഈ ആദ്യം ഫോണിലുള്ളവരൊക്കെ ഒരു ഓരി കൂടിയാൽ മതി. ഇത് 16 റുപ്യൻ്റെ. ഉദയത്തിനെ പറ്റി കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ട് പുറത്തുനിന്ന്. ചോദ്യങ്ങൾ കുറേ ബന്ധങ്ങളൊക്കെ നമുക്ക് അടുത്താഴ്ച പറയാം. ഉദയത്ത് ഇപ്പോൾ വലിയൊരു കാര്യമാണ്. ഒമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹു ലില്ലാഹി വ മുഹ്സിൻ വത്തബ മില്ലത ഇബ്രാഹിമ ഹനീഫ വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല എന്നുള്ള ആയത്താണ്. സ്വന്തം മുഖത്തെ അല്ലാഹു തആലക്ക് സമർപ്പിക്കുകയും നന്മ ചെയ്യുന്നവനായ നിലയിൽ സ്വന്തത്തെ അല്ലാഹു തആലക്ക് സമർപ്പിച്ച് ഇബ്രാഹിം നബിൻ്റെ മില്ലത്തിനെ പിൻപറ്റുകയും ചെയ്ത ആളെക്കാളും നല്ല ദീനുള്ളത് ആർക്കാണ് ഇവിടെ എന്നുള്ള ചോദിക്കണത്. ഇബ്രാഹിം നബിനെ പിൻപറ്റണം. ഇബ്രാഹിം നബീനെ അല്ലാഹു തആല എന്താക്കിയാണ്? അള്ളാൻ്റെ ചങ്ങായിയാക്കിയാണ്. പിൻപറ്റാൻ ഏറ്റവും പറ്റിയ ആളാണ്. ആ ഇബ്രാഹിം നബീനെ പിൻപറ്റി സ്വന്തത്തെ അല്ലാഹു തആലക്ക് സമർപ്പിച്ചവനേക്കാളും നല്ലൊരു ദീൻ ആരെ ദീനാന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഇബ്രാഹിം നബിനോട് ഈ സമയത്ത് നമുക്ക് പിൻപറ്റാനുള്ള കാര്യങ്ങൾ ഹജ്ജാണെങ്കിലും ഉദയത്താണെങ്കിലും. ഹജ്ജിന് പോയ ആളുകൾ ഇബ്രാഹിം നബിൻ്റെ കുടുംബത്തെയാണ് അവിടെ സ്മരിക്കുന്നത് വലിയ കർമ്മത്തിലൊക്കെ. നമുക്കിപ്പോൾ ഉദയത്തിലാണ് അതുള്ളത്. സ്വന്തം മകൻ ഇറക്കാൻ തയ്യാറായത് ഒരു 10,000 റുപ്യ അതിന് കൊടുക്കാൻ തയ്യാറാവുക എന്നുള്ള പരീക്ഷണമാണ്. അതിനൊന്നും കഴിയാത്ത ആളുകളെ സംബന്ധിച്ച് ഈമാൻ വളരെ ശുഷ്കമാണ്. ഐഫോണിലുള്ളവരൊക്കെ സ്വന്തമായിട്ട് തന്നെ കന്നിറക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഈ ആദ്യം ഫോണിലുള്ളവരൊക്കെ ഒരു ഓരി കൂടിയാൽ മതി. ഇത് 16 റുപ്യൻ്റെ ഓരി കൂടിയാൽ മതി. 1.5 ലക്ഷത്തിൻ്റെ ഫോണൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട് കോയമ്പോ. നിസ്കാരത്തിന് വേണ്ടെന്നുള്ള ഹദീസാണ് ആദ്യമായിട്ട് കിതാബിൽ പറയുന്നത്. ഈ കിതാബിൽ മൻ വജദ സഅത്തൻ ലിയയുദഹിയ, ഒരാൾക്ക് ഒളിയത്തിറക്കാനുള്ള കഴിവുണ്ടായിട്ട് ഫലം യുദഹി അറക്കണമെങ്കിൽ ഫല യഹ്ദുറന്ന മുസല്ലാന, ഈ നിസ്കാര സ്ഥലത്തേക്ക് ഓൻ വരണ്ടെന്ന് അള്ളാഹു റസൂൽ പറയാണ്. നെഹറിൻ്റെ ദിനത്തിൽ അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒരു അമലും ഒരാൾ ചെയ്യുന്നില്ല. നെഹർ പറഞ്ഞാൽ അറവ് എന്നാണ്. കുത്തിയിറക്കുക, ഒട്ടകത്തിനെ കുത്തിയിറക്കണതിന് നെഹർ എന്നാണ് പറയാം. ആ ദിവസത്തിൻ്റെ പേര് നെഹർ, യൗമുൻ നെഹർ. മലയാളത്തിൽ ബലി പെരുന്നാൾ. വലിയൊരുന്നാളല്ല. ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഏസും പെരുന്നാളിന് പോയപ്പോൾ ഇപ്പോൾ ഇല്ലല്ലോ, ഏസല്ലല്ലോ. അതാണ് വലിയൊരുന്നാൾ. ചെറിയനാൾ ഒരു ഏസാണ്, വലിയൊരുന്നാൾ ഏസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏസും ചോറുണ്ടാക്കിയത്. അതൊക്കെ ഉച്ചക്ക് കഞ്ഞിയാണ്. വലിയൊരുന്നാൾ ഏസ് ഉള്ളതുകൊണ്ട് ഏസും ചോറുണ്ടാവും. അങ്ങനെ കാലം ഉണ്ടായിരുന്നു മുസ്തഫ. ഉച്ചക്ക് കഞ്ഞി. വലിയൊരുന്നാൾ ഞങ്ങൾക്ക് ബലി പെരുന്നാളാണ്. ബലി പെരുന്നാളിൻ്റെ ആ ദിനത്തിൽ ഒളിയത്ത് ഇറക്കുന്നതിനെക്കാട്ടിലും ഉത്കൃഷ്ടമായ അള്ളാഹ്ക്ക് പ്രിയപ്പെട്ട ഒരു അമലും ഒരാളും ചെയ്യുന്നില്ല. അത് ഇറക്കാത്തവൻ നിസ്കരിച്ചാൻ വന്നോളെന്ന് വലിയ കാര്യമൊന്നുമില്ല. നിസ്കരിച്ചാനല്ല ഈമാൻ വേണ്ടത്, അറക്കാനാണ് ഈമാൻ വേണ്ടത്. നിസ്കരിച്ചാൽ വലിയ ഈമാൻ്റെ ഒന്നും ആവശ്യമില്ല. അവിടെ ഐഫോണിലൊക്കെ ഒന്ന് കൈ വെച്ചൊന്നും അറിയണം വേണ്ടല്ലേ. ഐഫോൺ 1 ലക്ഷം റുപ്യ അല്ലേ സുബി? ഐഫോൺ. പിന്നെ വണ്ടി, സ്വന്തമായിട്ട് വണ്ടി ഉള്ളല്ലോ എന്നൊക്കെ പറഞ്ഞാൽ കോയമ്മന് ഭയങ്കര ഇഷ്ടമായി.